വറ്റൽമുളകില്ലേ, മുളക്, ഈ വറ്റൽമുളകും എന്നാ ഉള്ളി ചെറിയ ഉള്ളി, ഇത് രണ്ടും കൂടെ കൂടി നമ്മൾ അടുപ്പിലാണല്ലോ ഈ അടുപ്പിലെ ചാരം മാന്തും. ആ കണല് കിടക്കണം, കണല് മാറ്റിയിട്ട് ചാരം മാന്തിയിട്ട് ഇത് രണ്ടും കൂടെ കൂടി ആ ചാരത്തിൽ കിടക്കും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കഴിയുമ്പോൾ ഈ മുളകും ചുടും, ഈ ഉള്ളി അങ്ങ് വേഗം ഒന്ന് വഴവഴാന്നാവും. എന്നിട്ട് ഇത് വെച്ചിട്ട് തട്ടെന്ന് പറയുന്ന സാധനം ഈ അടച്ചേറ്റില്ലേ വടിക്കണേ, കഞ്ഞി വടിക്കണേ, അതന്ന് പലകേടയാ, അതിനൊരു കുഴിയൊക്കെ ഉണ്ടാക്കി തരും മറ്റേ കാർപ്പൻറ്റർ. അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഉപ്പും വെച്ചിട്ട് അരക്കി വെച്ചിട്ട് പുളിയും വയ്ക്കും, ശകല വാളം പുളിയും വെച്ചിട്ട് അരയ്ക്കും. അരച്ച് കഴിഞ്ഞിട്ട് ഈ പുളിയും ഈ ഉള്ളിയും ഈ ഇതും എല്ലാം വെച്ച് അരച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചേർക്കരുത്. എന്നാലും ചൂട് വെന്ത ചോറില്ല, പണ്ടത്തെ കുത്തിരിയാണല്ലോ ഇത്, മറ്റേ നെല്ല് കൊയ്ത് അരിയല്ലേ, ഇവിടെ വിളമ്പിയാൽ അവിടെ മണം കേൾക്കും. അതങ്ങ് വെന്ത കഞ്ഞി അങ്ങോട്ട് വാരി കുടിച്ച് ഈ തട്ടേന്ന് ഇങ്ങനെ ഇതണ്ട, ഇതിങ്ങനെ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഏറ്റവും ഒറ്റ ഇറക്കൊണ്ടിരുന്ന എല്ലാരും എന്റെ ഉമ്മ ഇറക്കണേ കണ്ടത്. എന്റെ ഉമ്മ സത്യം മരിച്ചുപോയി അവര്.